ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനിന്നൊരു യാത്ര പോകുന്ന വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്ത് ചെയ്താലും പ്ലാൻ പണിതാൻ ചെയ്യണം, അല്ലെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോയെന്നൊക്കെ പറയില്ല, അതുപോലെ ആയിപ്പോവും. അതുപോലെ യാത്രയാണ് ഞങ്ങളുടെ യാത്ര. പെട്ടെന്ന് തന്നെ നിന്ന നിൽപ്പിൽ പറയുന്ന നൗഫലിൻ്റെ ബ്രദറാണേ, നമുക്ക് മൂന്നാർ പോകാമെന്ന് പറയുന്നത്. അത് കേട്ടപാടെ പോവാൻ, ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല, പോയിട്ടുമില്ല. അപ്പം ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. നിന്ന നിരപ്പിൽ പോയതാണ്. അപ്പോൾ കോട്ടയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അച്ചായൻ്റെ കടന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത്. സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ മൂന്നാറിലാണ് പോയത്. അപ്പം നമ്മൾ പോയതിൻ്റെ 2 ദിവസം മുമ്പ് നൗഫലും അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ ഇവർ പോയ ടൈമിൽ പിറ്റേന്ന് ഹർത്താലായിരുന്നു. അപ്പോൾ അവർക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞ പട്ടിച്ചന്തയ്ക്ക് പോയ പോലത്തെ യാത്ര. കാരണം നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വരണം, ആ ഒരു ഇതിലാണ് നമ്മൾ പോയത്. ഉച്ചയ്ക്കായപ്പോൾ മൂന്നാറെത്തി. പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമും ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചൊരു നമ്മൾ റെസ്റ്റോറൻറ്റ് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ഥലം തപ്പി ഇറങ്ങി. പക്ഷെ നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഇവിടുത്തെ വെജിറ്റബിൾസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് കഴിക്കുമ്പോൾ എന്താ തണുപ്പ്, ഫ്രിഡ്ജ് വെച്ച് പോലെ ഇരിക്കും. പിന്നെ മൂന്നാറെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തേയിലത്തോട്ടം, പിന്നെ അവിടുത്തെ ഗാർഡൻ, ഇത് രണ്ടുമേ എനിക്കറിയുള്ളൂ. അങ്ങനെ നമ്മൾ ഗാർഡനിൽ പോയി കുറച്ച് സമയം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് വരണമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നോ അങ്ങനെ നമ്മൾ നിൽക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പോൾ കണ്ട് അങ്ങ് പോകാമെന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നു കേട്ടോ മനസ്സിൽ. ഇന്ന് തന്നെ വീടെത്തണമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ തോനെ പൈസ ഇങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ട് എന്ത് കിട്ടുക? നമ്മുടെ ലൈഫിൽ നമ്മളെ ഫാമിലി, നമ്മുടെ പേരൻസ്, നമ്മുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞു ദൂരെയൊന്നും പോകണ്ട. നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് സംഖ്യ വെച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാവരും പോകാൻ ശ്രമിക്കുക, പോകണം. അതിൽ നമുക്ക് ബർക്കത്തേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നഷ്ടം വരില്ല കുടുംബമായിട്ട് പുറത്ത് പോകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണും നമ്മൾ ലൈഫിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുക നല്ല മെമ്മറീസ്, അതൊക്കെ കാണുള്ളൂ. കുഞ്ഞു യാത്രയായാലും മതി, തോനെയൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കും, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട്. അപ്പോൾ എല്ലാവരും കുഞ്ഞു യാത്രകളൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാർ ഫുള്ളൊന്ന് ചുറ്റിക്കണ്ടു. പിന്നെ അവിടുത്തെ തേയില ഫാക്ടറി, അതിൻ്റെ അകത്ത് നമ്മൾ കയറിയില്ല, പുറത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇന്ന് തന്നെ പോകണം, എല്ലാം പെട്ടെന്നായിരിക്കണം. അപ്പം നമ്മൾ പോയി. പിന്നെ നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. നല്ല സൂപ്പർ ഡാമാണ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ആ സമയം ലൈവിലായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അടിമാലി വന്നിട്ട് നല്ല അടിപൊളി നെച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അടിമാലി എത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ മാറിയിട്ട് നമുക്ക് മുന്തിരിത്തോട്ടം കമ്പം പോകാനൊരു പ്ലാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ അടിമാലിയിൽ ഒരു റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആയിരുന്നു കിടന്ന് നമ്മൾ പിറ്റേന്ന് മോർണിംഗ് തന്നെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളവിടെ തിരിച്ചു കമ്പത്തോട്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്.